പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവചനാടിസ്ഥാനത്തിൽ ഉണർവെന്ന് പറയുന്നത് എന്താണ്? റിവൈവൽ. ഹാലലിയ. ഒരു ദൈവ പൈതൽ സ്തോത്രം ദൈവത്തിൽ നകന്നിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാതിരിക്കുന്ന ജനം പാപത്തെക്കുറിച്ച് തിരിച്ചറിവ് വന്നിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വന്ന്, ദൈവവചനത്തിലേക്ക് മടങ്ങി വന്ന്, ഹാലലി ലോക ചിന്തകളെ അകറ്റി ദൈവത്തിൻ്റെ ഹാലലി വചനപ്രകാരം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പരമ അധികാരത്തെയാണ് ഉണർവിനെ കാണിക്കുന്നത്. രണ്ട് തരത്തിൽ ഉണർവുണ്ട്. വ്യക്തിപരമായ ഉണർവും ദേശത്തിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഉണർവ്. വ്യക്തിപരമായ ഉണർവെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിപരവും അവരുടെ ജീവിതത്തിൽ ഹാലലിയ ഒരു പുതുജീവൻ ഹാലലിയ സ്തോത്ര ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിപരമായി പാവങ്ങളെ അറിഞ്ഞും ഹാലലി പാവം എന്താണെന്ന് മനസ്സിലാക്കി പാവങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിലേക്ക് മടങ്ങി വന്ന വചനപ്രകാരം ജീവിക്കുന്നു. ദേശീയമായ ഉണർവെന്ന് പറയുമ്പോൾ ഒരു ദേശമോ ഒരു സഭയോ ആയിട്ട് ജനം അല്ലെങ്കിൽ പാവത്തെക്കുറിച്ച് ബോധമുണ്ടായിട്ട് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവവചന അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന ഹാലലിയ സമൂഹം അല്ലെങ്കിൽ ആ ദേശത്തിന്റെ ഉണർവിനെ ദേശീയ ഉണർവെന്ന് കാണിക്കുന്നു. നമുക്ക് ഉണർവുണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ? ഒന്നാമതായി ഉണർവുണ്ടായാൽ ഹാലലിയ ആഴമായ അനുതാപവും ഏറ്റുപറച്ചിലും ഉണ്ടാകും. പാപത്തെക്കുറിച്ച് ബോധം വന്നിട്ട് ഹാലലി ആരോടെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നിരപ്പ് പ്രാപിക്കും, പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. രണ്ടാമത് ദൈവവചനമായ ആഴമായ ബന്ധം, സ്നേഹമുണ്ടാകും. ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഇടയായിത്തീരും. ഹലി മിസ് ചെയ്യത്തില്ല. ഓരോ മീറ്റിങ്ങുകളിൽ അവർ സന്തോഷം കണ്ടെത്തും. വചനം പഠിക്കുവാൻ സമയത്തെ വേർതിരിക്കും. മൂന്നാമത് അവരുടെ ജീവിതത്തിൽ തീക്ഷ്ണമായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കും. സ്തോത്രം ദൈവസന്നിധിയിൽ എപ്പോഴും ഇരിക്കുവാനും ദൈവമായിട്ട് സ്തോത്രം ഹാലലിയ കൂട്ടായ്മ ബന്ധം കാണിക്കുവാൻ അവർ സമയത്തെ വേർതിരിക്കും. ഹാലലിയ അവർ ദൈവസന്നിധി കരയുവാനിടയാകും. ദൈവമേ കൃപകളെ കൃപാവരങ്ങളെ എണ്ണി ജ്വലിപ്പിക്കണമേ, ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ള പൈതലാക്കിയെ മാറ്റണമെന്ന് പ്രാർത്ഥിപ്പാനിടയായിത്തീരും. സ്തോത്രം ദൈവവചന അടിസ്ഥാനത്തിൽ ഹാലലി അവർ ദൈനംദിന ജീവിതത്തിൽ ഹാലലി വലിയ മാറ്റം ഉണ്ടാവും, സ്വഭാവ രൂപാന്തരം ഉണ്ടാവും. ഹാലലിയ പാവത്തിൽ ജീവിച്ചിരുന്ന ജനം പാവത്തെ വിട്ടിട്ട് ദൈവത്തിന്റെ ദാനങ്ങളെ അനുഭവിക്കുവാൻ, ആത്മാവിന്റെ ദാനങ്ങളെയും ശക്തിയെയും ഫലത്തെയും ഹാലലി അവരുടെ ജീവിതത്തിൽ ഹാലലി കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കും. വചന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഹാലലിയ സങ്കീർത്തനം 85:6 പറയുകയാണ്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ. സ്തോത്രം. 2 ദിനവൃത്താന്തം 7:14 പറയുന്നു, എൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർഭാവങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. ഹാലലിയ സങ്കീർത്തനം 119:107 വാക്യത്തിൽ പറയുന്നു, ഞാൻ മഹാകഷ്ടത്തിലായിരുന്നു, യഹോവേ നിന്റെ വാക്യത്തെ പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഒരു ഉണർവെന്ന് പറയുമ്പോൾ ദൈവമായുള്ള ഇൻറ്റിമസിയിലേക്ക് മടങ്ങി വരികയാണ്. അതിനനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഉണർവ് എന്ന് പറയുന്നത്.